ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലെ പൂരിപ്പിക്കാനുള്ള 25 ചോദ്യോത്തരങ്ങൾ ആണ് ഉള്ളത്. നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ചോദ്യം 1. ജോഷുവയുടെ മരണത്തിന് ശേഷം ഡാഷ് ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞു. ഉത്തരം: കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ. ചോദ്യം 2. ഡാഷിൽ വെച്ച് അദോണി ബെസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. ഉത്തരം: ബെസേക്കിൽ വെച്ച്. ചോദ്യം 3. കൈകാലുകളുടെ ഡാഷ് ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഉത്തരം: 70 രാജാക്കന്മാർ. ചോദ്യം 4. അതിനാൽ ജബൂസിയർ ഡാഷ് ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ഉത്തരം: ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം. ചോദ്യം 5. കർത്താവിൻ്റെ ദൂതൻ ഡാഷിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു. ഉത്തരം: ഗിൽഗാലിൽ നിന്ന്. ചോദ്യം 6. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ഡാഷ് അവർക്ക് എതിരായിരുന്നു. ഉത്തരം: ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം. ഡാഷിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ഉത്തരം: കാനാനിലെ യുദ്ധങ്ങളിൽ. ചോദ്യം 8. അമ്മോന്യരെയും അമലേക്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഡാഷ് നഗരം കൈവശമാക്കി. ഉത്തരം: ഈന്തപ്പനകളുടെ. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന ഡാഷിനു വിട്ടുകൊടുത്തു. ഉത്തരം: കാനാൻ രാജാവായ യാബീന്. ചോദ്യം 10. നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് ഡാഷ് അണിനിരത്തുക. ഉത്തരം: 10,000 പേരെ താബോർ മലയിൽ. ചോദ്യം 11. കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഡാഷ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഉത്തരം: ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ. ചോദ്യം 12. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ഡാഷിനും കർത്താവിനെ വാഴ്ത്തുവിൻ. ഉത്തരം: ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും. ചോദ്യം 13. ഡാഷ് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഉത്തരം: പർവ്വതങ്ങൾ. ചോദ്യം 14. ഡാഷ് കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു. ഉത്തരം: സിസേറയുടെ അമ്മ. ചോദ്യം 15. ഇസ്രായേൽക്കാർ വിത്തു വിതച്ച് കഴിയുമ്പോൾ ഡാഷ് വന്ന് അവരെ ആക്രമിച്ചിരുന്നു. ഉത്തരം: മിദിയാൻകാരും അമലേക്യരും പൗരസ്ത്യരും വന്ന്. ചോദ്യം 16. ഡാഷ് മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ഉത്തരം: യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ. ചോദ്യം 17. അതിൽ മാത്രം ഡാഷ് ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഉത്തരം: മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ. ചോദ്യം 18. ഡാഷ് അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു. ഉത്തരം: ജെറുബ്ബാലും ഗിദെയോനും സംഘവും. ചോദ്യം 19. ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ഡാഷിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. ഉത്തരം: ജോർദാൻ്റെ അക്കരെ ഗിദെയോൻ്റെ അടുത്ത്. ചോദ്യം 20.
സേബായും സൽമുന്നായും 15,000-ഓളം ഭടന്മാരോടുകൂടെ ഡാഷിൽ താവളമടിച്ചിരുന്നു. ഉത്തരം കാർക്കോറിൽ. ചോദ്യം 21. ഡാഷിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് അവർ അബിമെലെക്കിന് കൊടുത്തു. ഉത്തരം ബാൽ-ബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന്. ചോദ്യം 22. നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ ഡാഷ്. ഉത്തരം എൻ്റെ തണലിൽ അഭയം തേടുവിൻ. ചോദ്യം 23. അബിമെലെക്കിനും ഷെക്കം നിവാസികൾക്കുമിടയ്ക്ക് ഡാഷ് അയച്ചു. ഉത്തരം ദൈവം ഒരു ദുരാത്മാവിനെ. ചോദ്യം 24. അബിമെലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ഡാഷ് നിയുക്തനായി. ഉത്തരം തോല. ചോദ്യം 25. ഡാഷ് ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ഉത്തരം അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവൻ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.